ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം എന്ന് പറയും. അത് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ അതിൻ്റെ പൊടി ഉണ്ടാക്കുന്നത് എന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ട്രഡീഷണലായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഈ സംഭവം. സ്ത്രീകൾക്കും ഒക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറയാം. ഇത് സ്ട്രെസ്സുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ വളരെ നല്ലൊരു ഔഷധമാണത്. അതുപോലെ തന്നെ ആങ്സൈറ്റിയുടെ പ്രോബ്ലം, തൈറോയിഡിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കാം. ഓർമ്മക്കുറവിന് നല്ലതാണ്, ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ്, മസിൽ സ്ട്രെങ്ത്തിന്, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നല്ലതാണിത്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണിത്. ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണക്കി പൊടിച്ചിട്ട് ഇത് രാവിലെയും വൈകുന്നേരം 2 നേരം കുറച്ച് കഴിക്കാവുന്നതാണ്. വളരെ നല്ലതാണിത്. ഇപ്പോൾ ഇതിൻ്റെ പൊടി ഇല്ലാത്ത സമയത്ത് ഞാനിതിൻ്റെ ടാബ്ലറ്റ് വാങ്ങിക്കാറാണ് പതിവ്. ടാബ്ലറ്റ് നല്ല കമ്പനിയുടെ നോക്കിയിട്ട് വാങ്ങിക്കാറാണ് പതിവ്. ഇത് സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ തൈറോയിഡിനൊക്കെ നല്ല ഇഫക്റ്റീവാണത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അശ്വഗന്ധ ടാബ്ലറ്റ് വാങ്ങുമ്പോൾ അത് എത്രമാത്രം അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ ഇതിൻ്റെ വേര് ഉണക്കി പൊടിച്ചതുകൊണ്ടാണ് ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ ടാബ്ലറ്റൊക്കെ ആയിട്ട് വാങ്ങുമ്പോൾ അതിൽ വേരുണ്ടോ, ഇലയാണോ ചേർക്കുന്നത്, തണ്ടാണോ ചേർക്കുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണക്കി പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഇതിൽ മണ്ണ് ധാരാളം ഉണ്ടായിരിക്കും. അത് കാരണം ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മണ്ണൊക്കെ കംപ്ലീറ്റ് പോയി. ഇതേപോലൊരു അരിപ്പ പാത്രത്തിൽ വെക്കുക. ഇതൊരു അരിപ്പ പാത്രമാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ വെള്ളം കംപ്ലീറ്റ് വാർന്നു പോകുന്നെന്ന്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട്. പാത്രത്തിലേക്ക് തന്നെ തിരിച്ചിടുകയാണ്. ഇത് പാലിൽ വേവിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 3 കപ്പ് പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. 3 കപ്പ് പശുവിൻ പാല്, ശരിക്കും പാക്കറ്റ് പാലല്ല അതിന് ഉപയോഗിക്കുക. നല്ല നമ്മൾ പശുവിൻ്റെ കറന്നെടുത്ത പാലാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 3 കപ്പ് പാല് കേട്ടോ. ഇതിലേക്ക് അതുപോലെ തന്നെ 3 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയും 5 കപ്പ് പാലും എടുക്കാം, 5 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിങ്ങനെ നികയ്ക്കത്തക്ക വിധത്തിൽ കേട്ടോ. ഇതിൻ്റെ മീതെ വെള്ളം വേണ്ട, ഈ ഒരു പാകത്തിന് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോയ്ക്ക് ഇതാണ് എടുത്തിരിക്കുന്നത്. 5 കപ്പ് വെള്ളം, 5 കപ്പ് പാലും. നിങ്ങൾക്ക് പാല് കുറവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 കപ്പ് പാലും 7 കപ്പ് വെള്ളമായിട്ടും ഇത് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എടുത്ത അമുക്കുരം അല്ലെങ്കിൽ അശ്വഗന്ധയുടെ അളവ് 1 kg ആണ് കേട്ടോ. 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചാണ് പാലെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതേപോലെ വലിയൊരു ഉരുളിയിലാണ് ഇപ്പോൾ ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ പുറത്തടുപ്പിൽ, ഇപ്പോൾ നാട്ടിലായിരുന്ന സമയത്ത് ഞാനിത് ഉണ്ടാക്കിയതാണ്. പുറത്തടുപ്പിൽ ഇത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് തീ കുറയ്ക്കാതെ തന്നെ ഇതിൽ കിടന്ന് വെന്ത് ഇത് പാല് കംപ്ലീറ്റ് വറ്റണം കേട്ടോ. പാലും ഈ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റണം. തീ നല്ല കൂട്ടി വയ്ക്കുക. ഗ്യാസ് സിമ്പിളാണെങ്കിലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഫ്ലെയിം കുറയ്ക്കരുത്. കണ്ടില്ലേ, തിള വന്നു തുടങ്ങി. ഇപ്പോൾ കണ്ടില്ലേ, ഇത് വറ്റി തുടങ്ങി കേട്ടോ. ഇങ്ങനെ വറ്റി തുടങ്ങും. ഇത് കംപ്ലീറ്റ് വറ്റണം. അപ്പോൾ പാലൊക്കെ കംപ്ലീറ്റ് വറ്റി. ഇനി ഇതൊന്ന് പരത്തിയിടണം നമുക്ക്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കിൽ ഉണ്ടാക്കുക കാരണം ഇതിന് നല്ലൊരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ആവും കേട്ടോ. ഇത് ഓരോ പ്രാവശ്യം വറ്റി വരുമ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാവും ഇതിന്. ഇനി ഇതേപോലെ ഇത് പുറത്ത് വെയിലത്തൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടുക. ഞാനൊരു കോട്ടൺ തുണിയിൽ വിരിച്ചിടണം കേട്ടോ. ഇത് നല്ല കൊടും വെയിലിൽ, അതായത് നല്ല കടും വെയിലിടരുത്. ഒരു ഇളം വെയിലിട്ടിട്ട് വേണം ഇത് ശരിക്കും ഉണക്കാൻ. അപ്പോൾ ചെറിയ ചൂടുള്ള വെയിലത്ത് വെച്ചിട്ട് വേണം ഇത് ഉണക്കാൻ കേട്ടോ. ഇത് ഇനി പിറ്റേ ദിവസം വീണ്ടും പാലിൽ വേവിക്കണം. തലേ ദിവസം നമ്മൾ ഉണക്കിയ അമുക്കുരല്ലേ, അത് വീണ്ടും ഞാൻ ഉരുളിയിലേക്ക് ഇട്ടു. അതേപോലെ തന്നെ അതേ അളവിൽ പാല് വീണ്ടും ഒഴിച്ചു, അത്രയും വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വീണ്ടും അത് വേവിച്ചിട്ട് വറ്റിച്ചതിൻ്റെ ശേഷം ഇത് വെയിലത്തിടുക. പിറ്റേ ദിവസം ഇത് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും പാലിൽ വേവിക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വേവിക്കുക. അങ്ങനെ ഇത് ശരിക്കും 7 ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ.
ഞാനിപ്പോൾ അത് ഒരു 4 പ്രാവശ്യമാണ് ചെയ്തിട്ടുള്ളൂ. 4 ദിവസമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ശരിക്കും ഇത് ട്രഡീഷണലി ഉണ്ടാക്കുക അങ്ങനെ 7 ദിവസം ഇതേപോലെ പാലിൽ വറ്റിച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക. അവസാന ദിവസം ആകുമ്പോഴേക്കും ഇതിൽ ഇങ്ങനെ അടിയിൽ അത്യാവശ്യം ഇങ്ങനെ നെയ്യിൻ്റെ ഒരു അംശം ധാരാളം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ അത് മാറ്റിയിട്ട്, നെയ്യ് ഇങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല, നെയ്യിൻ്റെ അംശം ഉണ്ടായിരിക്കും. അതിങ്ങനെ മാറ്റിയിട്ട് അത് പിന്നെ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ ഉണക്കിയെടുക്കാൻ പിന്നെ നമ്മളൊരു 5-6 ദിവസം വെയിലത്ത് വെച്ചിട്ട് പിന്നെ ഉണക്കിയെടുക്കുക. 7 ദിവസത്തെ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ ഉണക്കിയെടുക്കുക കേട്ടോ. കാരണം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ്, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ നല്ല ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. എന്നിട്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. ഇപ്പോൾ ഇതാ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മില്ലിലാണ് കേട്ടോ പൊടിച്ചത്. എപ്പോഴും ഇതുപോലെ ഉണക്കി പൊടിച്ച പൊടികളൊക്കെ നമ്മൾ നല്ല പ്ലാസ്റ്റിക് പാത്രത്തിൽ, നല്ല ഉണങ്ങിയ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കാലാവസ്ഥയ്ക്ക് ഈ ഗ്ലാസ് പാത്രങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്, ഫംഗസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഡബ്ബകളിലാക്കി വയ്ക്കുകയാണ് കൂടുതൽ നന്നാവുക. നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ രാവിലെയും വൈകുന്നേരം ഓരോ സ്പൂൺ കഴിക്കാവുന്നതാണ്. ചെറിയൊരു ചൂടുവെള്ളത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. പ്രഗ്നൻറ്റ് ലേഡീസൊന്നും കഴിക്കരുതെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ചെയ്യാവൂ. ഇപ്പോൾ കണ്ടില്ലേ, വളരെ പ്യുവറായിട്ടുള്ള അശ്വഗന്ധ പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 1 കിലോയാണ് ഞാൻ പൊടിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കുറേ കാലം ഉണ്ടായിരിക്കും. 1 കിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി, കേടൊന്നും വരില്ല. അപ്പോൾ ഇതാണ് അശ്വഗന്ധ പൗഡർ. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം എന്ന് പറഞ്ഞത് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ടാബ്ലറ്റ് ഒന്നും വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്